നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം. ഓക്കെ, ദ മൂൺ കാർഡാണ്. 6 of Wands, Ace of Cups, Three of Pentacles, 4 of Wands, 8 of Swords, 5 of Pentacles, the Hierophant, Ace of Swords, the Chariot, Death card, Two of Swords. Two of Swords നൈറ്റ് ഓഫ് സോർട്സും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കിങ് ഓഫ് കപ്സ്. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ട്സ് ആയിരിക്കാം, ഇതൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പേഴ്സൺ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 പേഴ്സൺസിനെ, അതായത് 2-3 പേരെ കാണിക്കുമ്പോൾ അങ്ങനെയൊരു ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത് എന്നാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുള്ളൊരു ടൈമാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഒരുപാട് ലോസ് വന്ന് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇമോഷണലി വീക്കാണ്. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ സ്റ്റേബിളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് വീക്കായിട്ടാണ് കാണുന്നത്. അവരുടെ മൈൻഡ് ഇപ്പോൾ ശരിയല്ല, അവർ ഇമോഷണലി വീക്കാണ്, കുറച്ച് വിഷമത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. കാരണം ഇവരിപ്പോൾ അവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്. അവർ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിലും അവരുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്ത ഏത് കാര്യത്തിലായാലും അവരെ ആക്ഷൻ എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അവിടെ അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കകത്ത് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോൾ ഒരു ഇമോഷണലി ഡൗൺ ആയിട്ട് വീക്കായി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റാതെ അവർക്ക് അതിലാണ് അവർ കൂടുതൽ ഇപ്പോൾ അവരുടെ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാണിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആണ്, മാനസികമായിട്ട് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്.
ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം അവർ മാനസികമായിട്ട് സ്റ്റക്കായി നിൽക്കുവാണ്. അവർ ഒരു കെട്ടിയിട്ട സിറ്റുവേഷനിലാണ്. കാരണം അവരുടെ മനസ്സിപ്പോൾ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ് അവരുടെ മനസ്സ് സ്റ്റക്കായി കിടക്കുന്നത്. അപ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആവാനോ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ, ഇനി കോൺടാക്ട് ചെയ്താൽ പോലും നിങ്ങളോട് നല്ല രീതിയിൽ ലെസ് കോൺടാക്ട് ഒക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി റിലേഷൻഷിപ്പിലോട്ട് എൻഗേജ്ഡ് ആവാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അകൽച്ച അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നതിൻ്റെ റീസൺ അതാണ്. മാത്രമല്ല ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. ഇവിടെ ഡെത്ത് കാർഡ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. ഈ 2-3 സിനാരിയോയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു റീസൺ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നിട്ട്, അത് കരിയറായിട്ട് ബന്ധപ്പെട്ടോ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടോ ആയിരിക്കാം, അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ട് അതിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടി പറ്റുന്നില്ല, മാനസികമായിട്ട് അവിടെ സ്റ്റക്കാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് അവർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലായിരിക്കും അവർ. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണോ കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു പേഴ്സണോട് ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് അത്രയും കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോഴ്സ് എനർജി, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. സാധിക്കുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് മാരേജ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന റിലേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മാരേജ് ചെയ്യണം. ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് വാൺസ് എനർജിയാണ്. 6 ഓഫ് വാൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ്. അതുപോലെ 4 ഓഫ് വാൺസ് കാണിക്കുന്നത് ഒരു റീയൂണിയൻ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതിലൊരു മാറ്റം വരുന്നു എന്നുള്ളത് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിവിടെ നടുവിലാണ് വെക്കേണ്ടത്. അതായത് ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അവർ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്, സത്യസന്ധമായിട്ടാണ് ഈ റിലേഷനിൽ അവർ നിൽക്കുന്നത്. അവർ നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിലൂടെയല്ല ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം, ഒരു കണക്ഷൻ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെയാണ് ഈ കാർഡ്സുകൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡ്സ് നല്ല അവരുടെ നിങ്ങളോടുള്ള ഇൻറ്റിമസി, സ്നേഹം എല്ലാമാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. ഇവിടെ അവരുടെ കുറച്ച് ഇഷ്യൂസാണ് കാണിക്കുന്നത്. അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് മുഖേന നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്ന കാര്യമല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് എടുക്കുന്നൊരു റീഡിംഗ് ആണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സ്പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടൊരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് ഒരുപാട് കാലങ്ങൾക്ക്, അതായത് ഒരുപാട് ജന്മങ്ങൾക്ക് മുൻപ് നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നൊരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത്. അതായത് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്.
ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ കിട്ടിയതിൽ ബ്ലെസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലോട്ട് കിട്ടിയതിൽ അവർക്ക് അവരുടെ പല വിഷമങ്ങളും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവരുടെ മനസ്സിനൊരു ഹീലിംഗ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ട്വിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെങ്കിൽ, അങ്ങനെ ഒരു ജേണിയിലാണെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സൈൻ ആണിത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, യു ആർ മൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ അവരുടെയാണ്. നിങ്ങൾ മറ്റാർക്കും അവർ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ അവരുടെയാണ്, അവരുടെ സ്വന്തമാണ് എന്നാണ് പറയുന്നത്. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ ആഴം കൊണ്ട് തന്നെ അവരിപ്പോ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബെസ്റ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുന്ന സമയത്ത് അവർ ഇതുവരെ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് പോലെയല്ല. നിങ്ങളെ പലപ്പോഴും അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അവർ അവരുടെ ബെസ്റ്റ് സെൽഫുമായിട്ട് ബെസ്റ്റ് സെൽഫാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവർ ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വെയിറ്റ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്റൻസിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി, അത്രയും ഒരു ആഴത്തിലുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് മൂവ് ഓൺ ചെയ്യാനോ വിട്ടുപോകാനോ ഒന്നും ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും. അവർ സ്നേഹത്തോടെ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളൊരു ലെറ്റ് ഗോ മോഡിലോട്ട് മാറുക. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു മിസ്സിങ് എനർജിയിലോട്ട് മാറും. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരും. എന്തൊക്കെ ഇഷ്യൂസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു നിങ്ങളുടെ എനർജി കിട്ടാതാവുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ടീവ് ആണെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും അഡ്വൈസൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ലിസൺ ചെയ്യുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കുക, അറിയുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഴം എത്രയാണ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ട്രൂത്ത്ഫുൾ ആയിട്ടാണോ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ, ജൂലൈ, ജനുവരി, ഫെബ്രുവരി 1987, 1986, ഏപ്രിൽ, പൂരം, മാർച്ച്, രോഹിണി, 1992, 1996, തിരുവാതിര, തൃക്കേട്ട, ലെറ്റർ ആർ, ലെറ്റർ എ,
ലെറ്റർ ഡി, ലെറ്റർ എസ്, ലെറ്റർ യു, ലെറ്റർ ഒ, തിരുവോണം, 2001, പൂരാടം, 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.